എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു പഴയകാല രുചിക്കൂട്ടായിട്ടുള്ള പപ്പടം ഉലർത്തിയതാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ പപ്പടം തോരൻ മെഴുക്കുവരട്ടി എന്നൊക്കെ പറയാം. പപ്പടവും ചീരയും കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി മെഴുക്കുവരട്ടിയാണ്. ഇവിടെ ഞാൻ ചീരയ്ക്ക് മത്തനിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചീരയില നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കണം ആദ്യം. പിന്നെ അതിലേക്ക് നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളും കൂടി വേണം. കുറച്ച് അരി വേണം. നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി നന്നായിട്ട് കഴുകി ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ഉണക്കമുളക്, അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് വേണം കേട്ടോ. ഒന്നോടെ ഉള്ള ഉഴുന്ന്, അതും കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ കുറച്ച് പപ്പടം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചീരയിൽ ആദ്യം നമ്മളൊരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെ ചീരയിലെ ഈ മുളകും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചീരയിലെ ആവശ്യത്തിന് തന്നെ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത് നന്നായി വേവിച്ച് മാറ്റി വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഈ ഒരു കറിക്ക് നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് ഉഴുന്നും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അരിയും ചേർത്ത് കൊടുക്കണം. അരി നന്നായിട്ട് ഈ ഉഴുന്നും അരിയും ഒന്ന് പൊട്ടി നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ പപ്പടം ഇട്ട് കൊടുക്കുക. പപ്പടം കൂടി നന്നായിട്ട് ആ ഒരു എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ഇപ്പോൾ അതേ പപ്പടം കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായി ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചീരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴയകാല വിഭവമാണ് പപ്പടം ഉലർത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. ഒരിക്കൽ കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കൊതിയൂറുന്നൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ വീട്ടിൽ പപ്പടമൊക്കെ വാങ്ങുമ്പോൾ ചീരയില കിട്ടുന്നതാണ്. ഇതിപ്പോൾ മത്തനില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്ക് ചീരയിലയോ അങ്ങനെ കിട്ടുന്ന നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്ന ഏത് ഇല എടുക്കാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.